നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഫെബ്രുവരി മാസത്തെ ഉത്തര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം. ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്നത് ചിങ്ങക്കൂറിലാണ്. ശേഷം 45 നാഴിക വരുന്നത് കന്നിക്കൂറിലാണ്. അപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 9ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമായത് കാരണം കൊണ്ട് നല്ല ദൈവാധീനമുണ്ട്. ശശമഹായോഗം ചെയ്താണ് 7 ശനി നിൽക്കുന്നത്. അപ്പോൾ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്കൊക്കെ യോഗമുണ്ട്. ലഗ്നത്തിൻ്റെ 4ാം ഭാവാധിപതി ഇഷ്ടസ്ഥാനത്താണ്. കർമാധിപതിക്ക് ശത്രുസ്ഥാന സ്ഥിതി ഉണ്ടെങ്കിലും ഭാഗ്യ കർമാധിപന്മാർ ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. പ്രവൃത്തി സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഏർപ്പെടുന്ന മേഖലകളിലൊക്കെ വിജയം നേടാനായിട്ട് സാധിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. എന്നാൽ അഷ്ടമത്തിൽ രാഹു നിൽക്കുന്നത് കാരണം നടുവേദന പോലെയുള്ള രോഗങ്ങളുള്ളവർക്ക് രോഗവർദ്ധനവിന് സാധ്യതയുണ്ട്. പൊതുവെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയിൽ ജനിച്ചവർക്ക് അനുഭവപ്പെടുന്നതാണ്. മാനസികമായിട്ട് സന്തോഷം അനുഭവപ്പെടാനായിട്ട് യോഗമുള്ള സമയമാണ്. സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന എന്ത് കാര്യങ്ങളും വിജയം നേടാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് കുറച്ച് നാളായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് തക്കതായിരിക്കുന്ന ഗുണം കിട്ടാതെ ഇരിക്കുക എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അഷ്ടമത്തിലാണ് ചാരവശാൽ വ്യാഴം സഞ്ചരിക്കുന്നത്. അതേപോലെ തന്നെ ഭാതാസ്ഥാനത്ത് രാഹു നിൽക്കുന്നുണ്ട്. നാഗദോഷം പ്രബലമാണ്. ലഗ്നത്തിൽ ഘടകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നുണ്ട്. അപ്പോൾ കേതു നിൽക്കുന്ന കാരണം കൊണ്ട് വിപരീത സ്വഭാവം. സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക. നമ്മൾ ഓരോ പ്ലാൻ ചെയ്തിട്ട് ആ പ്ലാനിങ്ങിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാകുക. സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരിക. മൈൻഡിൽ ഇങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കുക. എന്തിനിറങ്ങി പുറപ്പെട്ടാലും ആദ്യം ഒരു തടസ്സം മുന്നിൽ വരിക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് ഉത്തര നക്ഷത്രത്തിൻ്റെ കന്നിക്കൂറിൽ വന്ന അവസാനത്തെ 45 നാഴികയിൽ ജനിച്ചവർക്ക് കാണുന്നത്. എന്നാൽ കർമാധിപതി 5ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ബുധശുക്ര യോഗമുണ്ട്. ഭാഗ്യ കർമാധിപന്മാർ ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ടും ഇഷ്ടസ്ഥാനത്താണ് ശനി നിൽക്കുന്നത് എന്ന് പറയുന്നൊരവസ്ഥ. 6ാം ഭാവം ശനിക്ക് ഇഷ്ടസ്ഥാനമായത് കാരണം കൊണ്ട് ശനി പിഴവ് പോലെയുള്ള കാര്യങ്ങളില്ല. ബുധശുക്ര യോഗമുണ്ട്. ചെയ്യുന്ന തൊഴിൽ എന്തായാലും ആ തൊഴിൽ അനുകൂലമായിരിക്കുന്ന നേതൃസ്ഥാനാധിപത്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. മാനേജിംഗ് പൊസിഷനുള്ള തൊഴിൽ ചെയ്യാനും ആ തൊഴിലിലേക്ക് എത്തിച്ചേരാനും യോഗമുള്ളൊരു മാസമാണ്. ദൈവാധീനക്കുറവ്, നാഗദോഷം എന്നീ പറയുന്ന 2 പ്രബലമായിരിക്കുന്ന ദുരിതങ്ങളാണ് ജാതകവശാൽ കാണുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നല്ല പ്രാർത്ഥന വേണം. വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസ്വത്യ പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുകയും നന്നായിട്ട് പ്രാർത്ഥിച്ച് വ്യാഴപ്പഴവിന് പരിഹാരമുണ്ടാകുകയും ചെയ്താൽ മേൽ പറയപ്പെട്ട രീതിയിലുള്ള ദോഷങ്ങളൊന്നും അനുഭവത്തിലേക്ക് വരില്ല. നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് തന്നെ സാധിക്കും. ദൈവാധീനം വരുത്തുക എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതിനോടൊപ്പം തന്നെ നാഗപൂജ ചെയ്യണം. നാഗദോഷം പ്രബലമാണ്. ലഗ്നത്തിൽ ഘടകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണം കൊണ്ട് നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജ ചെയ്യുന്നതും അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഉത്തര നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ സാധിക്കുന്നതാണ്. ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിലും പൊതുവെ ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണഫലങ്ങൾ കൂടുതലായി അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. ഇപ്പോൾ ബുധശുക്ര യോഗം എന്ന് പറയുമ്പോൾ ഭാഗ്യാധിപതിയായിരിക്കുന്ന ശുക്രനോട് ചേർന്നിട്ട് ചന്ദ്ര ലഗ്നാധിപതിയായിരിക്കുന്ന ബുധനും കൂടി 5ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ബുദ്ധികാരകനായിരിക്കുന്ന ബുധൻ 5ാം ഭാവത്തിൽ നിന്നാൽ തന്ത്രപരമായിരിക്കുന്ന സംസാരങ്ങൾ വളരെ ആലോചിച്ചും പ്ലാൻ ചെയ്തുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനും ആ സംസാരം കൊണ്ടൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാനും ചെയ്യുന്ന പ്രവൃത്തി ചിന്തിച്ച് എടുക്കുന്ന ഉത്തമമായിരിക്കുന്ന തീരുമാനങ്ങൾ ഉത്തമമായിരിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയുമായത് കാരണം കൊണ്ട് അതിലൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. നല്ല രീതിയിലുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. നല്ല വഴിപാടുകളൊക്കെ ക്ഷേത്രത്തിൽ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.